Dear students, welcome to the class of heat and mass transfer. In this class, we will discuss some problems on external forced convection. ആദ്യം ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രോബ്ലംസ് നോക്കാം. ഈ ഒരു കേസിൽ റെയ്നോൾഡ്സ് നമ്പർ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലുള്ള റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് യു ഇൻഫിനിറ്റി ഇൻറ്റു എൽ ബൈ ന്യൂ ആണ്, അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പം ഇതാണൊരു ഫ്ലാറ്റ് പ്ലേറ്റ്, ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ലീഡിങ് എഡ്ജ് വരിക, പ്ലേറ്റിൻ്റെ ലീഡിങ് എഡ്ജ്. ആ ലീഡിങ് എഡ്ജിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് എല്ല്, ലീഡിങ് എഡ്ജിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് എല്ലിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, ആ റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷനിൽ ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 5 × 10⁵ ആണ്. ഓക്കെ, അതിൽ കുറവാണെങ്കിൽ ലാമിനാർ, അതിൽ കൂടുതലാണെങ്കിൽ പിന്നെ ടർബുലൻ്റ്. അങ്ങനെയാണ് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എടുക്കുന്നത്. അതേപോലെ നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ h/L/K. ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് NU = h/LC, അതായത് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഡിവൈഡ് ബൈ K ആണ്. K എന്ന് വെച്ചാൽ തെർമൽ കണ്ടക്ടിവിറ്റി, H എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ഇവിടെ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ആ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് L ആവും, ലെങ്ത് ഓഫ് ദി പ്ലേറ്റ് ആവും, ലീഡിങ് എഡ്ജ് എന്നുള്ള ലെങ്ത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Air at 20 degrees centigrade at atmospheric pressure flows over a flat plate at a velocity of 3 meters per second. If the plate is 1 meter wide and at 80 degrees centigrade, calculate the following at x is equal to 300 mm. First one, hydrodynamic boundary layer thickness, thermal boundary layer thickness, local friction coefficient, average heat transfer coefficient, അതേപോലെ heat transfer rate. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എയർ ആണ്. ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. എയറിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ മുകളിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വെലോസിറ്റി യു ഇൻഫിനിറ്റി, ഫ്രീ സ്ട്രീം വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യു വെച്ചിട്ടും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നിട്ടുണ്ട്. അതേപോലെ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടി ഇൻഫിനിറ്റി. പിന്നെ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, വാൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. പിന്നെ എക്സ് ഈസ് ഈക്വൽ ടു 300 mm. ലീഡിങ് എഡ്ജിൽ നിന്ന് 300 mm ബൗണ്ടറി ലെയർ തിക്നെസ്, ആ ലൊക്കേഷനിലെ ബൗണ്ടറി ലെയർ തിക്നെസ്, അതേപോലെ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്, ഫസ്റ്റത്തത് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ്, പിന്നെ ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ്, ആ ലൊക്കേഷനിലെ ലോക്കൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ്, പിന്നെ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ്. ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ ആ ലീഡിങ് എഡ്ജിൽ നിന്ന് ആ ലൊക്കേഷൻ വരെയിലെ ആവറേജ്, ഇത്രയും ഏരിയയിൽ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, അതായത് ലീഡിങ് എഡ്ജിൽ നിന്ന് x is equal to 300 mm, ആ ഒരു ലെങ്ത്ത് വരെ ആ ഏരിയയിലെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം എക്സിൻ്റെ വാല്യൂ, ലീഡിങ് എഡ്ജിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഞാൻ എക്സ് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ 300 mm ആണ്, 0.3 മീറ്റർ. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻസ് ഒക്കെ ഡാറ്റാ ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡാറ്റാ ബുക്ക് വെച്ചിട്ടാണ് ഈ പ്രോബ്ലംസ് മൊത്തമായി ചെയ്യേണ്ടത്. ഇപ്പം ഡാറ്റാ ബുക്കിൽ പേജ് നമ്പർ 113 അവിടെയാണ് യൂസ് ചെയ്യുന്ന ഡാറ്റാ ബുക്ക്. ഓൾറെഡി പറഞ്ഞതാണ്, CP കോദണ്ഡരാമൻ 7th എഡിഷൻ. 113 പേജ് നമ്പറിൽ വന്നാൽ എക്സ്റ്റേണൽ ഫ്ലോ എന്ന് പറഞ്ഞ് കാണും. അതായത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ്, അതേപോലെ ഫ്ലോ അക്രോസ് സിലിണ്ടർ, അതൊക്കെ എക്സ്റ്റേണൽ ഫ്ലോയിൽ വരുന്നതാണ്. ഈ പേജിൽ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഉണ്ട്. ആദ്യം ലാമിനാർ ഫ്ലോ, അതേപോലെ പിന്നെ ടർബുലൻ്റ് ഉണ്ട്, ലാമിനാർ ടർബുലൻ്റ്. നമ്മളെ ഫ്ലോൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് വേണം ഇതിൽ നിന്ന് ഇക്വേഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ആർ ടു ബി ഇവാലുവേറ്റഡ് അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ് അറ്റ് ഫിലിം ടെമ്പറേച്ചർ TF is equal to TW plus T infinity divided by 2. ഞാനിവിടെ എടുത്തിരിക്കുന്ന നൊട്ടേഷൻ ഒക്കെ ഡാറ്റാ ബുക്കിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എയറിൻ്റെ പ്രോപ്പർട്ടീസ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കേണ്ടതാണ്.
അതെടുക്കേണ്ട ടെമ്പറേച്ചറാണ് പറഞ്ഞിരിക്കുന്നത്, ഫിലിം ടെമ്പറേച്ചർ. അതെന്താണ്? വാൾ ടെമ്പറേച്ചർ പ്ലസ് ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2 അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നോക്കിയിട്ട് വേണം ഇവിടുന്ന് ഇക്വേഷൻസ്, ബാക്കി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം ഫിലിം ടെമ്പറേച്ചർ, വാൾ ടെമ്പറേച്ചർ പ്ലസ് ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2 എത്ര കിട്ടുന്നത്? 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? എയറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. ഡാറ്റാ ബുക്കിൽ നിന്ന് എയറിൻ്റെ പ്രോപ്പർട്ടീസ് പേജ് നമ്പർ 34 ആണ്. ഓക്കെ, പേജ് നമ്പർ 34 ഡ്രൈ എയറിൻ്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഫിലിം ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ടെമ്പറേച്ചർ നോക്കുക 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൈനമാറ്റിക് വിസ്കോസിറ്റി 17.95 × 10⁻⁶. അതേപോലെ പ്രാൻഡിൽ നമ്പർ 0.698. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി 0.02826 വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഇത്രയും വാല്യൂസാണ് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അത് ലിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം, നമ്മളെ ബൗണ്ടറി ലെയർ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് നോക്കണം. അതിന് എന്ത് വേണം? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ വേണം. എക്സ് ഈസ് ഈക്വൽ ടു 300 mm അല്ലെങ്കിൽ 0.3 മീറ്റർ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നോക്കണം. ആ ലൊക്കേഷനിൽ ലാമിനാർ ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലീഡിങ് എഡ്ജിൽ നിന്ന് ആ ലൊക്കേഷൻ വരെ ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ തന്നെ ആയിരിക്കും. ഞാൻ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0.3 മീറ്ററിൽ ലാമിനാർ ആണെന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലീഡിങ് എഡ്ജിൽ തൊട്ടിട്ട് അവിടെ വരെ എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ തന്നെ ആയിരിക്കും. എന്നാൽ നമുക്ക് ലാമിനാർ ഫ്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊറിലേഷൻസ് ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, ആദ്യം എൻ്റെ വാല്യൂ നോക്കാം. റെയ്നോൾഡ്സ് നമ്പർ അറ്റ് എക്സ്, ലീഡിങ് എഡ്ജിൻ്റെ ഏതൊരു എക്സ് ഡിസ്റ്റൻസിലും u∞ × x/ν ആണ്. എക്സിൻ്റെ വാല്യൂ 0.3 ആണ്. u∞ തന്നിട്ടുണ്ട്. ന്യൂ ഏരിയ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് 5 × 10⁻⁴ സം ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാതെ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് 5 × 10⁵ ആണ്. കിട്ടിയിരിക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടിയും കുറവായതുകൊണ്ട് ആ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ വരെ ഫ്ലോ എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? ലാമിനാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കുക. ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് ലാമിനാർ ഫ്ലോ ക്രൈറ്റീരിയം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵. അവിടെ നമുക്ക് എന്തെടുക്കാം? ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് ΔHx. ഈ കാണിച്ചിരിക്കുന്ന സിമ്പിൾസ് നൊട്ടേഷൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഈ ടേബിൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത ഇമേജ് ആണ്. ഫുൾ പേജിൽ എല്ലാ സിമ്പിൾസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ഉണ്ട്. പിന്നെ ലോക്കൽ ഫ്രിക്ഷൻ കോയിഫിഷ്യൻറ്റ് CFXൻ്റെ എക്സ്പ്രഷൻ ഇവിടെയുണ്ട്. അതേപോലെ നസൽറ്റ് നമ്പർ. ഇവിടെ നമുക്ക് വാളിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, വാളിൻ്റെ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ എന്നുള്ള ക്രൈറ്റീരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലോക്കൽ നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കുക. ΔHx = 5x × ReX⁻⁻⁵. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0.3 ആണ്. 5 × എക്സിൻ്റെ വാല്യൂ 0.3 × റെയ്നോൾഡ്സ് നമ്പർ (-0.5). സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? അതിൻ്റെ വാല്യൂ ആയി. അടുത്തത് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ΔTx = ΔX × പ്രാൻഡൽ നമ്പർ (-0.33). ഓക്കെ, വാല്യൂസൊക്കെ നോൺ ആണ്. നമുക്ക് ലൊക്കേഷൻ എന്താ? x = 0.3 ചെയ്യുന്നത്. അവിടെയുള്ള തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്സും കിട്ടും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ഒരു സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ലോക്കൽ ഫ്രിക്ഷൻ കോയിഫിഷ്യൻറ്റ് CFX കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡാറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അടുത്തത് ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് രണ്ടെണ്ണം പറയലുണ്ട്. ഒന്ന് ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റും മറ്റേത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റും. അതേപോലെ നസൽറ്റ് നമ്പറും ലോക്കൽ നസൽറ്റ് നമ്പർ, അതേപോലെ ആവറേജ് നസൽറ്റ് നമ്പർ. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ ആദ്യം നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കും. നസൽറ്റ് നമ്പറിൻ്റെ എക്സ്പ്രഷനിൽ എന്തുണ്ട്? ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റിൻ്റെ h ഉണ്ട്. ഓക്കെ, എവിടെ നിന്നാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള കൊറിലേഷനാണ് ഡാറ്റാ ബുക്കിലുള്ളത്.
ഇപ്പം ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ അറ്റ ലൊക്കേഷനിലുള്ളതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് ഒരുപാട് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്ലോ വെലോസിറ്റി, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി, അതേപോലെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ, ജോമെട്രി, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്ലൂയിഡ് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക, ഫ്ലോ വെലോസിറ്റി. ഇപ്പം ഈ കേസ് ഫ്ലോ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവില്ല. അതേപോലെ ഓറിയൻറ്റേഷൻ മാറുന്നതനുസരിച്ചിട്ടൊക്കെ എച്ചിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് എച്ചിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അതിന് പ്രൊപ്പോർഷണലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൻ്റെ വാല്യൂവും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നത്. ഒരു ലൊക്കേഷനിൽ ലോക്കലായിട്ട് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ്. ഓക്കെ, ഇപ്പം ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ആ ലീഡിങ് എഡ്ജിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ വരെ ഉള്ളത് ആ എൻ്റെ റീജിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന. അതേപോലെ നസൽട്ട് നമ്പറും ഇതേപോലെ തന്നെയാണ്. ലോക്കൽ നസൽ നമ്പറും ആവറേജ് നസൽട്ട് നമ്പറും. നമുക്ക് അവിടെയുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് NUX ഡാറ്റാ ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ലോക്കൽ നസൽട്ട് നമ്പറാണ്. ലോക്കൽ നസൽട്ട് നമ്പർ അറ്റ് ലൊക്കേഷൻ X ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. ഇതാണ് ലോക്കൽ നസൽട്ട് നമ്പർ. ലോക്കൽ നസൽട്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആവറേജ് നസൽട്ട് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ഡാറ്റാ ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ലോക്കൽ നസൽട്ട് നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് X = 0.3 അവിടെയുള്ള റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രാൻഡൽ നമ്പറിൻ്റെ വാല്യൂ. ഓക്കെ, എയറിൻ്റെ പ്രാൻഡൽ നമ്പറിൻ്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. അത് ഡാറ്റാ ബുക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി? NU at X = 0.3 65.95 കിട്ടി. ലോക്കൽ നസൽട്ട് നമ്പറാണ്. X = 0.3 ലീഡിങ് എഡ്ജിൽ നിന്ന് X = 0.3 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ഇത് ലോക്കൽ നസൽട്ട് നമ്പർ. ഡാറ്റാ ബുക്കിൽ അടുത്ത പേജിൽ തന്നെ 114 പറഞ്ഞിട്ടുണ്ട് ആവറേജ് വാല്യൂ ഫോർ കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ നസൽട്ട് നമ്പർ. ആവറേജ് നസൽട്ട് നമ്പർ എന്ന് വെച്ചാൽ 2 times ലോക്കൽ നസൽട്ട് നമ്പർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് X ആണ് സിമ്പിൾ. ഇവിടെ അതിന് പകരം ഡാറ്റാ ബുക്കിൽ L. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് രണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അന്നേരം ആവറേജ് നസൽ നമ്പർ അപ് ടു ലെങ്ത് X അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. NU/X, NU/L പകരം NU/X = 2 times NUX. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആവറേജ് നസൽട്ട് നമ്പർ കിട്ടി. ആവറേജ് നസൽട്ട് നമ്പർ ഈസ് ഈക്വൽ ടു നസൽട്ട് നമ്പറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? HLC/K ആണ്. ഓക്കെ, LC എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. അതൊരു ജോമെട്രിയിൽ നിന്ന് അടുത്ത ജോമെട്രിയിലോട്ട് മാറുന്ന സമയത്ത് LCയുടെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ ഫ്ലോർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ LC എന്ന് പറഞ്ഞാൽ L ആണ് ഡിസ്റ്റൻസ് ഫ്രം ലീഡിങ് എഡ്ജ്. ഞാനിവിടെ X ആണ് സിമ്പിൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസിന്. ഓക്കെ, ഇതാണ് എക്സ്പ്രഷൻ വരുന്നത്. അതിൽ നിന്ന് H-bar എന്ന് വെച്ചാൽ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്. നസൽട്ട് നമ്പർ ആവറേജ് വരുന്നതിന് റെസ്പോണ്ടിങ് ആയിട്ട് H-bar ആണ് വരിക. ഓക്കെ, ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ്. അതിനെന്ത് എക്സ്പ്രഷൻ കിട്ടും? ഈ ഒരു എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. എല്ലാ വാല്യൂസും അറിയാം. സോൾവ് ചെയ്താൽ എന്തായി? H-bar = 12.42 Watt/m². കെൽവിൻ കിട്ടി. പിന്നെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോയിഫിഷ്യൻറ്റ് ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, Q = ഈ ഒരു എക്സ്പ്രഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ ഏരിയ എന്തായി വരിക? ഈ ഒരു ഏരിയ ആണ് വേണ്ടുന്നത്. ഇവിടെയാണ് കൺവെക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു ദിസ് വിഡ്ത്ത്. ഓക്കെ, സോൾവ് ചെയ്താൽ Q = 223.56 വാട്ട്. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂസ് ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എയർ അറ്റ് വെലോസിറ്റി ഓഫ് 3 m/s and 20 degrees centigrade flows over a flat plate along the length. The length, width and thickness of the plate are 100 cm, 50 cm, 2 cm respectively. The top surface of the plate is maintained at 100 degrees centigrade. Calculate the heat loss by the plate and temperature at bottom surface of plate for steady state condition. Thermal conductivity of plate material is 23 Watt/m². സെപ്റ്റംബർ 2020 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റാസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ലിസ്റ്റ് ചെയ്യുക. എയർ അറ്റ് 3 m/s. U∞ തന്നിട്ടുണ്ട് 3 m/s. അതേപോലെ ടെമ്പറേച്ചർ T∞ 20 degrees centigrade തന്നിട്ടുണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ, ലെങ്ത്ത്, വിഡ്ത്ത്, അതേപോലെ തിക്നെസ് തന്നിട്ടുണ്ട്. പിന്നെ ടോപ്പ് സർഫസിൻ്റെ ടെമ്പറേച്ചർ 100 degrees centigrade, അത് വാൾ ടെമ്പറേച്ചർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ഹീറ്റ് ലോസ് ബൈ ദ പ്ലേറ്റ്, അതായത് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. പിന്നെ ഇതിൻ്റെ ഈ തിക്നെസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം സർഫസിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഓക്കെ,
പിന്നെ ഈ മെറ്റീരിയലിൻ്റെ പ്ലേറ്റ് മെറ്റീരിയലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എയറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഡാറ്റ ബുക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഫിലിം ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, വാല്യൂസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം സ്റ്റെപ്പ് തന്നെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് അധികം പറയുന്നില്ല. ഫിലിം ടെമ്പറേച്ചർ ആദ്യം കണ്ടുപിടിക്കുക. അതേപോലെ ഡാറ്റ ബുക്കിൽ നിന്ന് പ്രോപ്പർട്ടി വാല്യൂ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെ പ്രോപ്പർട്ടി വാല്യൂസ് ലിസ്റ്റ് ചെയ്തെടുക്കുന്നു. പിന്നെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ എക്സ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എൻ്റയർ ലെങ്ത് എന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എൻ്റയർ ലെങ്ത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം നമ്മളെ എക്സിൻ്റെ വാല്യൂ എന്തെടുക്കണം? ടോട്ടൽ എൻ്റയർ ലെങ്ത് എടുക്കണം. എന്നാൽ മാത്രമേ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എൻ്റയർ ലെങ്ത്തിന് കവർ ചെയ്യുന്നില്ലൂ. ഓക്കെ, ലെങ്ത്ത് എവിടെയില്ലാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കണം. എൻ്റയർ ലെങ്ത്ത് ആ ഒരു സർഫസ് എന്നുള്ള ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആയിട്ട് വേണം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. റെയ്നോൾഡ്സ് നമ്പർ ഇതാണ് കിട്ടുന്നത്. അതെന്താണ്? ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടി കുറവായതുകൊണ്ട് ഫ്ലോ ലാമിനാറാണ്. കൺസിഡർ ചെയ്യുന്ന ലെങ്ത് വരെ ബൗണ്ടറി ലെയർ ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാറാണ്. ഇവിടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയർ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് എച്ച് ബാർ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ലോക്കൽ നസൽ നമ്പറിൻ്റെ എക്സ്പ്രഷൻ ഡാറ്റ ബുക്ക് നേരത്തെ പോലെ കിട്ടും. ഓക്കെ, തൊട്ടുമുമ്പിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ സെയിം കൊറിലേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇത് ലോക്കൽ നസൽ നമ്പറാണ്. ആവറേജ് നസൽ നമ്പർ എന്ന് വെച്ചാൽ 2 ടൈംസ് ലോക്കൽ നസൽ നമ്പർ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു കോൺസ്റ്റൻറ്റ് 0.664 ആവും. ഓക്കെ, ഇതാണ് ആവറേജ് നസൽ നമ്പർ അപ് ടു ലെങ്ത് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ നമുക്കറിയാം. എക്സിലെ റെയ്നോൾഡ്സ് നമ്പർ അറിയാം, പ്രാൻഡൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് നസൽ നമ്പർ അപ് ടു ലെങ്ത് എക്സ് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യുക? നസൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ സെയിം സ്റ്റെപ്പാണ് ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഏരിയ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് ബോട്ടം സർഫസ് ടെമ്പറേച്ചറാണ്. ഈ ബോട്ടം സർഫസിലെ ടെമ്പറേച്ചർ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് എനർജി ബാലൻസ് ആണ്. ഇതിപ്പം സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഇവിടുന്ന് ഒരു ഹീറ്റ് കൺവെക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടം സർഫസിൽ നിന്ന് ടോപ്പ് സർഫസിലോട്ട് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് എത്രയാണോ ആ സെയിം ഹീറ്റ് എന്ത് ചെയ്യും? കൺവെക്ട് ചെയ്ത് പോകും. എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആവുന്ന സമയത്ത്. അതാണ് എനർജി ബാലൻസ് എന്ന് പറയുന്നത്. ഈ ബോട്ടത്തിൽ നിന്ന് ഇവിടത്തോട്ട് കണ്ടക്ട് ചെയ്യുന്ന സെയിം ഹീറ്റ്, ഇവിടെ മെറ്റീരിയൽ സോളിഡ് മെറ്റീരിയലാണ്, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ബൈ കണ്ടക്ഷൻ. അതിനുശേഷം എയറിലോട്ട് കൺവെക്ഷൻ. ഇവിടെ നിന്ന് ഇവിടത്തോട്ട് കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ് എന്താണോ സെയിം ഹീറ്റാണ് കൺവെക്ട് ചെയ്ത് പോകുന്നത് അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഓക്കെ, അതാണ് ഇവിടുത്തെ എനർജി ബാലൻസ് എന്ന് പറയുന്നത്. ഇതിൽ ക്യൂ കണ്ടക്റ്റഡ് ഈസ് ഈക്വൽ ടു ക്യൂ കൺവെക്റ്റഡ് ഈസ് ഈക്വൽ ടു 270.8 വാട്ട്. ഓക്കെ, തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചേ സെയിം ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ പ്ലെയിൻ വാൾ, അതിൻ്റെ ബേസിക് ഇക്വേഷനാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ബോട്ടത്തിലെ ടെമ്പറേച്ചർ മൈനസ് ടോപ്പിലെ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഇതിൻ്റെ ഈ ഒരു തിക്നെസ്. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റി പ്ലേറ്റിൻ്റെ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ നോർമൽ ടു ഹീറ്റ് ട്രാൻസ്ഫർ. ഈ ഡയറക്ഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുന്നത്. അതിന് നോർമലായിട്ട് വരുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇതാണ്, അതായത് 1 × 0.5. ഓക്കെ, സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ബോട്ടം സർഫസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100.47 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എയർ അറ്റ് പ്രഷർ ഓഫ് 1 atm ആൻഡ് ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫ്ലോസ് ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് വിച്ച് മെയിൻറ്റെയിൻസ് a surface temperature of 100 degrees centigrade. The plate has a length of 0.2 meter in flow direction and a width of 0.1 meter. The Reynolds number based on the plate length is 40,000. What is the rate of heat transfer from the plate to air? If the free stream velocity of air is doubled and pressure is increased to 2.5 atm, what is the rate of heat transfer? ഡിസംബർ 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആയിരുന്നു. എയർ അറ്റ് പ്രഷർ ഓഫ് 1 atm. ഇവിടെ പ്രഷർ ചേഞ്ച് എന്നൊരു പ്രോബ്ലമാണ് പറയുന്നത്. എയർ അറ്റ് എ പ്രഷർ ഓഫ് 1 atm ആൻഡ് 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ്
ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യുന്ന ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പിന്നെ ഒരു പ്ലേറ്റ് നമ്മളിവിടെ പോകുന്നുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പ്ലേറ്റിൻ്റെ ലെങ്ത്ത് 0.2 മീറ്റർ ഇൻ ഫ്ലോ ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. അതുപോലെ വിഡ്ത്ത് 0.1 മീറ്റർ. റെയ്നോൾഡ്സ് നമ്പർ ബേസ്ഡ് ഓൺ പ്ലേറ്റ് ലെങ്ത് ഈസ് 40,000. പ്ലേറ്റ് ലെങ്ത്ത് RIX, എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്തെടുക്കണം? 0.2 മീറ്റർ. പ്ലേറ്റ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ ആണ്. RI@X = 2. അതെത്ര തന്നിട്ടുണ്ട്? 40,000 തന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ? അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിന് ശേഷമുള്ള ക്വസ്റ്റ്യനാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി എത്ര ഡബിൾ ചെയ്യുന്നു? എയറിൻ്റെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഡബിൾ ചെയ്യുന്നു. അതുപോലെ പ്രഷർ 1 ATM 2.5 ATM ആക്കുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, അതാണ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് ഇതേപോലെ ചെയ്തതാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെന്ത് ചെയ്യണം? ഫിലിം ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം, പ്രോപ്പർട്ടീസ് എടുക്കണം. ഓക്കെ, ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡാറ്റ ബുക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എടുക്കാം. അതിനുശേഷം റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ @X = 0.2. ഓക്കെ, ഇവിടെ ഞാൻ പ്രഷർ, ഫസ്റ്റത്തെ പ്രഷർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് P1 = 1 ATM ആണ്. ഓക്കെ, അതുകൊണ്ട് കൈനമാറ്റിക് വിസ്കോസിറ്റി, പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് എയറിൻ്റെ ഡെൻസിറ്റിയും അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുക. ഞാൻ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് ഇവിടെ μ1 എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് U∞ × X/μ1. ഓക്കെ, ഈ ഒരു ടേമിൻ്റെ വാല്യൂ ആണ് 40,000 എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ആ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടിയും കുറവാണ്. അതുകൊണ്ട് ലാമിനാർ. ഓക്കെ, 5 × 10⁵ കുറവാണ് ഈ വാല്യൂ, അതുകൊണ്ട് ലാമിനാർ. ഓക്കെ, എന്ത് ചെയ്യാം? എഗെയിൻ ലാമിനാറിൻ്റെ കൊറിലേഷൻ യൂസ് ചെയ്യുന്ന ആവറേജ് നസൽട്ട് നമ്പർ തൊട്ട് മുല്ല പ്രോബ്ലത്തിലുണ്ടായ പോലെയാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആവറേജ് നസൽട്ട് നമ്പർ അപ് ടു ലെങ്ത്ത് X = 0.2 കണ്ടുപിടിക്കുന്ന, അതേപോലെ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്ന, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് പാർട്ട്, ഫ്രീ സ്ട്രീം വെലോസിറ്റി ഓഫ് എയർ ഡബിൾ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? പ്രഷർ 2.5 ATM ആക്കി. ഈ ഒരു സമയത്ത് ഏത് പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ചെയ്യുക? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, എന്തായാലും നോർമലി റെയ്നോൾഡ്സ് നമ്പറിന് ചേഞ്ച് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം. The properties of air such as K, thermal conductivity, mu, absolute viscosity and Prandtl number do not change much with pressure, but the density of air and kinematic viscosity changes. ഇപ്പം പ്രഷർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. ഓക്കെ, ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. കാരണം അബ്സലൂട്ട് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ μ = μ/ρ, കൈനമാറ്റിക് absolute by ഡെൻസിറ്റി. ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ട് കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അത് തമ്മിലെ റേഷ്യോ അങ്ങനെ കിട്ടും. μ1/μ2 = P2/P1. അതായത് കൈനമാറ്റിക് വിസ്കോസിറ്റി കണ്ടീഷൻ 1, 2, പ്രഷർ, സെക്കൻഡ് പ്രഷർ, ഫസ്റ്റ് പ്രഷർ. ഇനീഷ്യൽ പ്രഷർ നമുക്ക് എത്ര വന്നിട്ടുണ്ട്? 1 ATM. പുതിയ പ്രഷർ 2.5 ATM ആണ്. പിന്നെ ഇനീഷ്യൽ കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ ഡാറ്റ ബുക്ക് നടത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൺനോൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? μ2 മാത്രമേ ഉള്ളൂ. μ2 = സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? μ1 / 2.5 കിട്ടും. ഓക്കെ, ഇനി പുതിയ റെയ്നോൾഡ്സ് നമ്പർ. ഇവിടെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ചേഞ്ച് ചെയ്തു, അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി ചേഞ്ച് ചെയ്തു, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇവിടെ ന്യൂ റെയ്നോൾഡ്സ് നമ്പറാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. വെലോസിറ്റി ജനറൽ ഇക്വേഷൻ എന്താണ്? U∞ × X/μ ആണ്. അപ്പോൾ പുതിയ കണ്ടീഷനിൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് വെച്ചാൽ ആദ്യത്തെ ഡബിളായി, അതുകൊണ്ട് 2 times U∞ വന്നത് ഇൻറ്റു എക്സ്. എക്സിന് വാല്യൂ ചേഞ്ച് ഇല്ല, 0.2 മീറ്റർ തന്നെ. അതേപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി പുതിയത് 2.5 ATM പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ട് μ2. ഓക്കെ, μ2ന് നമ്മൾ μ1 / 2.5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് വാല്യൂസ് 2 × 2.5, ഈ 2.5 മുകളിലോട്ട് വരും. ബാക്കി എന്തായാലും U∞ × X/μ1 ആണുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് U∞ × X/μ1 എന്തായിരുന്നു? അതിൻ്റെ വാല്യൂ ഇനീഷ്യൽ റെയ്നോൾഡ്സ് നമ്പറാണ് 40,000. ഇപ്പോൾ 2 × 2.5 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഈ ഒരു വാല്യൂ ചെയ്താൽ എന്ത് കിട്ടും? 2 × 10⁵ കിട്ടി. പുതിയ റെയ്നോൾഡ്സ് നമ്പറാണ്. പിന്നെ ഫ്രീ സ്ട്രീം വെലോസിറ്റി ഡബിളാക്കി പ്രഷർ 2.5 ATM കൂട്ടിയ സമയത്തുള്ള റെയ്നോൾഡ്സ് നമ്പറാണിത്. 2 × 10⁵ വന്നു.
ഓക്കെ, ഇതെന്താ നമ്മൾ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടിയും കുറവാണ്, അത് 5 × 10⁵ ആണ്. അതുകൊണ്ട് ഇവിടെയും ഫ്ലോ എന്താണ്, ലാമിനാറാണ്. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്, നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കണം. ഇവിടെയും ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് നസൽറ്റ് നമ്പറിൻ്റെ സെയിം എക്സ്പ്രഷൻ 2 ടൈംസ് ലോക്കൽ നസൽറ്റ് നമ്പർ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, പുതിയ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ആണ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്രാൻഡൽ നമ്പറിന് ചേഞ്ച് ഇല്ല, പ്രഷർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രാൻഡൽ നമ്പറിന് വേരിയേഷൻ വരുന്നില്ല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് സോൾവ് ചെയ്യുന്ന എച്ച് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അഗെയിൻ പുതിയ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫ്ലാറ്റ് പ്ലേറ്റ് 1 meter wide and 1 meter long is placed in a wind tunnel. The temperature and velocity of free stream air are 10 degrees centigrade and 80 meter per second respectively. The flow over the whole length of the plate is made turbulent with the help of turbulizing grid placed upstream of the plate. Determine the thickness of the boundary layer at a trailing edge of the plate. Also calculate mean value of heat transfer coefficient from the surface of the plate. Question, ഫ്ലാറ്റ് പ്ലേറ്റ് വൈഡ് 1 meter വൈഡ് ആണ്, 1 meter ലോങ് ആണ്, ഒരു വിൻഡ് ടണലിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ T∞ തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലേറ്റിലൂടെയുള്ള ഫ്ലോ എന്ന് വെച്ചാൽ ലീഡിങ് എഡ്ജ് തൊട്ടിട്ട് തന്നെ ടർബുലൻ്റ് ആക്കിയിട്ടും ഉണ്ട്. ഇത് ഹെൽപ്പ് ഓഫ് എ ടർബുലൈസിങ് ഗ്രിഡ് പ്ലേസ്ഡ് ഇൻ ദി അപ്സ്ട്രീം ഓഫ് ദി പ്ലേറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 meter ലെങ്ത്ത്. ഡിറ്റർമൈൻ ദി തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ അറ്റ് എ ട്രെയിലിംഗ് എഡ്ജ്. ട്രെയിലിംഗ് എഡ്ജ് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടുത്തോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 1 meter ആണ്. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അവിടെയില്ലേ ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കണം, അതേപോലെ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി, ലാമിനാറിൻ്റെ കോറിലേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യണം, ടർബുലൻറ്റിൻ്റെ കോറിലേഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യലി തൊട്ടിട്ട് തന്നെ അത് ടർബുലൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാൾ ടെമ്പറേച്ചർ തന്നിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം ഫ്രീ സ്ട്രീം ടെമ്പറേച്ചറിൽ തന്നെ, ഫിലിം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാവില്ല, ഫ്രീ സ്ട്രീം ടെമ്പറേച്ചറിൽ തന്നെ എയറിൻ്റെ പ്രോപ്പർട്ടീസ് 10 degree centigrade തന്നെ എയറിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഇവിടെ ഇപ്പം അതിനുശേഷം പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എല്ലിൻ്റെ വാല്യൂ ട്രെയിലിംഗ് എഡ്ജിലെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ U∞ × L/μ. ഇവിടെ ഞാൻ എല്ലാണ് യൂസ് ചെയ്യുന്നത്, തൊട്ടുമുള്ള പ്രോബ്ലത്തിൽ എക്സ് ആയിരുന്നു. റെയ്നോൾഡ്സ് നമ്പർ അറ്റ് L = 1. U∞ 80 ന്യൂൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര കിട്ടുന്നത് 5.649 × 10⁶. മീൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടിയും കൂടുതലാണ്. അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ ഫ്ലോ എന്തായാലും ടർബുലൻ്റ്, ഞാൻ കണ്ടുപിടിച്ച ലൊക്കേഷനിൽ അത് ടർബുലൻ്റ് ആയി. നോർമൽ കേസിൽ എന്തായിരിക്കണം, ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ആദ്യം ലീഡിങ് എഡ്ജിൽ നിന്ന് ലാമിനാർ, അതിനുശേഷം ട്രാൻസിഷൻ, പിന്നെ മാത്രമേ ടർബുലൻ്റ് ആവുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടെ ട്രെയിലിംഗ് എഡ്ജിൽ ഏതായാലും ടർബുലൻ്റ് ആണെന്ന് കിട്ടി. പക്ഷേ ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടർബുലൈസിങ് ഗ്രിഡ് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ, ലീഡിങ് എഡ്ജ് തൊട്ടിട്ട് തന്നെ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് ടർബുലൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് ലീഡിങ് ഈ സ്റ്റാർട്ടിങ് എഡ്ജ്, ഓക്കെ, അവിടെ തൊട്ടിട്ട് ഇവിടെ വരെ എന്താണ്, ഫ്ലോ ടർബുലൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡാറ്റാ ബുക്കിൽ നിന്ന് കംപ്ലീറ്റ് ടർബുലൻറ്റിൻ്റെ കോറിലേഷൻ വേണം അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 114 നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ടർബുലൻറ്റ്, ഫുൾ ടർബുലൻറ്റ്, സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ലീഡിങ് എഡ്ജ് തൊട്ടിട്ട് തന്നെ ടർബുലൻറ്റ്. ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് 0.381 × x × റെയ്നോൾഡ്സ് നമ്പർ (-0.2). ഓക്കെ, ഇവിടെ എല്ലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആ ലെങ്ത്താണ്, 1 meter ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, ∆HL 0.381 × ലെങ്ത്ത് 1 × വാല്യൂ, റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ. ഓക്കെ, 17 mm കിട്ടും. ഡാറ്റാ ബുക്കിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ടർബുലൻറ്റ് ഫ്ലോ. ഓക്കെ, ഫുള്ളി ടർബുലൻറ്റ് ഫ്രം ദ ലീഡിങ് എഡ്ജ് 114 ആണ് പേജ് നമ്പർ. ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ എക്സ്പ്രഷനാണ്. അതേപോലെ ആവറേജ് നസൽറ്റ് നമ്പറിന് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആവറേജ് നസൽ നമ്പർ അപ് ടു ലെങ്ത്ത് L. ഓക്കെ, ഇതാണ് അതിൻ്റെ കോറിലേഷൻ. ഇനി ആദ്യം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ ആവറേജ് നസൽ നമ്പർ കിട്ടും. അതിൽ നിന്ന് അങ്ങനെ ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് നസൽ നമ്പർ = HL/K എക്സ്പ്രഷന് ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക.
ഓക്കെ, ഇതൊരു സാമ്പിൾ പ്രോബ്ലം ചെയ്തതാണ്, യൂണിവേഴ്സിറ്റിക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല ഇത്. നിങ്ങൾക്കിപ്പം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചിലപ്പം എൻ്റയർ ലെങ്ത്തിൽ ലാമിനാർ ആയിരിക്കും. അന്നേരം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത കറസ്പോണ്ടിങ് ആയിട്ട് കോൺസ്റ്റൻറ്റ് വാൾ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോറിലേഷൻ യൂസ് ചെയ്യുക. ഇനി കോൺസ്റ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ് ആണെങ്കിൽ കോറിലേഷൻ മാറും. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്താണ് ക്രൈറ്റീരിയ, ചിലപ്പം ഇനീഷ്യലി ലാമിനാർ പിന്നെ ടർബുലൻ്റ് ആവുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ടർബുലൻ്റ് ആക്കുന്നത്. ഏത് കണ്ടീഷനാണോ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ നോക്കിയിട്ട് ക്വസ്റ്റ്യനിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം കോറിലേഷൻ ഡാറ്റ ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഫ്ലോ അക്രോസ് സിലിണ്ടേഴ്സ് ആൻഡ് സ്ഫിയേഴ്സ്. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്. ഫ്ലോ അക്രോസ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫ്ലോ ആണ് ഒരു സിലിണ്ടർ അല്ലെങ്കിൽ സ്ഫിയർ പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട് സൈഡിലൂടെയുള്ള ഫോഴ്സ്ഡ് കൺവെക്ഷൻ ആണ് പറയുന്നത്, അല്ലാണ്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കൂടെയുള്ള ഫ്ലോ അല്ല പറയുന്നത്. ഓക്കെ, ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ്. മീൻസ് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്ന സമയത്ത് യു ഇൻഫിനിറ്റി ഇൻറ്റു എക്സ്റ്റേണൽ ഡയമീറ്റർ ബൈ ന്യൂ കൈനമാറ്റിക് വിസ്കോസിറ്റി. അതേപോലെ നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു ഡി ബൈ കെ ആണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ആയിട്ട്. എച്ച് എൽ സി ബൈ കെ ആണ് ജനറൽ എക്സ്പ്രഷൻ. ആ എൽ സിയുടെ സ്ഥാനത്ത് എന്ത് വരും, ഔട്ടർ ഡയമീറ്റർ വരും. ഇതിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ആയിട്ട് എടുക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 2 × 10⁵ ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് and a velocity of 0.5 meter per second flows over a 50 watt incandescent bulb whose surface temperature is maintained at 140 degree centigrade. The bulb may be approximated as a sphere of 50 mm diameter. What is the rate of heat loss by convection to air? ഇതിപ്പം ഫ്ലോ അക്രോസ് സ്ഫിയർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ക്വസ്റ്റൻ എന്താ പറയുന്നത്, 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള അറ്റ്മോസ്ഫിയറിക് എയർ, അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ടി ഇൻഫിനിറ്റി ആയി, അതേപോലെ യു ഇൻഫിനിറ്റി ആയി. ഫ്ലോസ് ഓവർ എ 50 watt incandescent bulb whose surface temperature is maintained at 140 degree centigrade. സർഫസ് ടെമ്പറേച്ചർ ആയി. ദ ബൾബ് മേ ബി അപ്രോക്സിമേറ്റഡ് ആസ് സ്ഫിയർ ഓഫ് 50 mm ഡയമീറ്റർ. സ്ഫിയർ ആയി, അതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ വാൾ ടെമ്പറേച്ചർ 140, അതിൽ സ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.05 മീറ്റർ അല്ലെങ്കിൽ 50 mm. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, റേറ്റ് ഓഫ് ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസ് കണ്ടുപിടിക്കണം, എച്ച് ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. അതിൽ എച്ച് കണ്ടുപിടിക്കലാണ് ഇമ്പോർട്ടൻറ്റ്. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് അത് കണ്ടുപിടിക്കണം. ആദ്യം എന്ത് വേണം, നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കണം. നസൽറ്റ് നമ്പർ കണ്ടുപിടിക്കണം, ഏത് കോറിലേഷൻ യൂസ് ചെയ്യണമെന്ന് അറിയണം. ഓക്കെ, ഇപ്പം പേജ് നമ്പർ 120 പോയാൽ ഫ്ലോ ഓവർ സ്ഫിയേഴ്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ വരുന്ന കോറിലേഷൻ നസൽറ്റ് നമ്പർ ഈസ് ഈക്വൽ 0.37 ഇൻറ്റു റെയ്നോൾഡ്സ് നമ്പർ ഈസ് ടു 0.6 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ നമുക്കിവിടെ യൂസ് ചെയ്യുക. ഈ ഒരു റേഞ്ചിലാണ് റെയ്നോൾഡ്സ് നമ്പർ വരിക. പ്രോപ്പർട്ടീസ് എടുക്കേണ്ടത് ഫിലിം ടെമ്പറേച്ചറിൽ തന്നെ. ഓക്കെ, നോക്കാം. ഫിലിം ടെമ്പറേച്ചർ ആദ്യം കണ്ടുപിടിക്കുന്നത് 82.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ഫിലിം ടെമ്പറേച്ചർ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, എഴുതുന്ന ഡാറ്റ ബുക്കിൽ നിന്ന് 82.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഡാറ്റ ഡയറക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. എന്ത് ചെയ്യണം, ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ രണ്ട് സൈഡിൽ വരുന്ന വാല്യൂസ് ടെമ്പറേച്ചർ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വേണം വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻ്റർപോളേറ്റ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി കാണിച്ചതാണ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി രണ്ട് വാല്യൂസ് എടുക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ ബേസ്ഡ് ഓൺ ഡയമീറ്റർ യു ഇൻഫിനിറ്റി ഇൻറ്റു ഡി ബൈ ന്യൂ. ഓക്കെ, യു ഇൻഫിനിറ്റി അറിയാം, അതേപോലെ ഡയമീറ്റർ അറിയാം, ന്യൂവിൻ്റെ വാല്യൂ എടുത്തിട്ടുണ്ട്, റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചു. റെയ്നോൾഡ്സ് നമ്പർ നേരത്തെ പറഞ്ഞ കോറിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നസൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ കോറിലേഷൻ ഓൾറെഡി പറഞ്ഞ കോറിലേഷൻ യൂസ് ചെയ്യുന്ന തേർഡ് നസൽ നമ്പറിൻ്റെ വാല്യൂ 25.68 കിട്ടി. ഇനി കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ നസൽ നമ്പർ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡി ബൈ കെ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എച്ചിൻ്റെ വാല്യൂ സോൾവ് ചെയ്താൽ എല്ലാ വേരിയബിൾസും അറിയുന്നതാണ്. സോൾവ് ചെയ്താൽ 15.747 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു എച്ച് എ ഇൻറ്റു ടി ഡബ്ല്യു മൈനസ് ടി ഇൻഫിനിറ്റി. ഓക്കെ, സോൾവ് ചെയ്ത് എത്ര വാല്യൂ കിട്ടുന്നത്, 14.22 വാട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ എടുക്കുന്ന സമയത്ത് സ്ഫിയർ ആണ്, ഔട്ടർ സർഫസ് ഏരിയ എന്ത് 4πr² ആണ്. ഓക്കെ, ഔട്ടർ ഏരിയ ഓഫ് കൺവെക്ഷൻ എന്ന് പറയുന്നത് 4π×r² ആണ്. 4π റേഡിയസ്, നമുക്ക് ഡയമീറ്റർ ആണ്, അതിൽ റേഡിയസ് വെച്ചിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.